ഏത് അമ്പലക്കാളയാണ് അവിടെ മേഞ്ഞ് പുളയ്ക്കുന്നത്? സൂര്യോ കീരിയോ? സൂര്യ മുകളിലുണ്ട്. കളി നിന്റെ കമ്പനിക്കാരോട് മതി. ഇത് റേഞ്ച് വേറെ മോനെ. തുടങ്ങി കുഞ്ഞിലോട്ട് പട്ടാഴിയിലെ പെണ്ണിനെ തൊട്ട കയ്യല്ലേ ഇത്? അന്നം തിന്നാനാലും ശരി, ആസനം കഴുകാനാലും ശരി, ഇനി ഇത് നിനക്ക് ഉപകരിക്കണം. ഇപ്പൊ നീ പൊയ്ക്കോ. മേലാൽ കോളേജിൽ എന്നല്ല ഈ ഭൂമി ലോകത്ത് ഏതെങ്കിലും പെണ്ണ് നീ തൊട്ടു എന്നറിഞ്ഞാൽ അന്ന് നിന്റെ കൊലയോടെ ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. മനസ്സിലാടാ? ഓ പൂണൂരിട്ട സൂര്യമോനെ, പോടാ പോടാ പോരെ. ശുഭമസ്തു. തൃക്കാരമണ്ണ ദുർഗയുടെ മുന്നിൽ ഏട്ടൻ നിനക്ക് വേണ്ടി നടത്തിയ രക്തഗുരുസിയുടെ പ്രസാദ. ആരാ കർമ്മം ചെയ്യുന്നറിയോ? സാക്ഷാൽ പട്ടാഴി മാധവൻ നമ്പൂതിരി. അവന്റെ അനിയന്റെ ജീവന ഞാൻ ദേവിയോട് ചോദിച്ചതെന്ന് പാവം പുറപ്പെടാ ശാന്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പ്രസാദം തരുമ്പോൾ 2 കൈയും വെച്ച് അനുഗ്രഹിച്ചു. ഇച്ഛ പോലെ എല്ലാം നടക്കട്ടെ എന്ന്. മാധവന്റെ നാക്ക് പൊന്നാവട്ടെ. ഏട്ടൻ സാത്വികനാച്ച, അനിയൻ നാസ്തികനാ. ഗിരി, ഒരിക്കൽ കൂടി ആ കുഞ്ഞുണ്ണിയെ ചെമ്പ്രയിലെത്തിക്കണം. നടക്കുവോ? അത്താണിക്കും മയിൽക്കുറ്റിക്കും മാത്രമല്ല, ഭൂമിദേവിക്ക് വരെ വില പറയുന്ന അവന്റെ ആർത്തി അത് അവസാനിക്കാത്തടത്തോളം നെല്ലൂർ മന കാണിച്ചു വിളിച്ചാൽ പട്ടിയെ പോലെ വരും. നിന്നെ അവനിപ്പോഴും സംശയമൊന്നും ഇല്ലാലോ? എന്നെയോ? ബെസ്റ്റ് ആക്ടറല്ലേ എടുത്തി? ഒന്നല്ല 3 തവണയാ യൂത്ത് ഫെസ്റ്റിവൽ പ്രൈസ് മേടിച്ചത്. മറന്നുപോയോ? ഈ മണിയങ്കോട്ട് ഗിരിയല്ല, ആ എടപ്പാൾ ഗിരീശൻ. രണ്ടും രണ്ടാ. സംഭവങ്ങൾ നടക്കുമ്പോൾ ഗിരീശൻ ബാംഗ്ലൂരിലായിരുന്നല്ലോ. അതുകൊണ്ട് പട്ടാഴിക്കാർക്ക് എന്റെ മുഖം പരിചയമില്ല. കൊല്ലാൻ നിങ്ങൾ ഒരുങ്ങിക്കോ. ഒരു വേട്ടനായെ പോലെ ഇരയെ ഓടിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ ഇട്ടു. കൊച്ചിയിൽ നിന്ന് കാസിനോ ജോയ് മനയുടെ കാര്യം എന്തായെന്ന് വിളിച്ചു ചോദിച്ചു. ഏത് മന? നെല്ലൂർ മന. നമസ്കാരം സാറേ, ഇത് ഞാനാ. ഉണ്ണി സാറ് എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച മുഴുവൻ അട്ടപ്പാടിയിലായിരുന്നേ. ഒരു ഇഞ്ചിത്തോട്ടത്തിന്റെ കച്ചവടം ഉണ്ടായിരുന്നു. എന്റെ ആക്രാന്തം കൊണ്ടാവും കാര്യം അങ്ങോട്ട് നടന്നില്ല. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണ് സത്യം. നിങ്ങളാ മന വാങ്ങിച്ചില്ലെങ്കിൽ എന്റെ കുടുംബം കഷ്ടത്തിലാവൂട്ടോ. നീ ആരാ? ആര്? തൃപ്രയറപ്പനോ? അയ്യോ, എടപ്പാൾ ഗിരീശൻ, മൂന്നാമൻ ദല്ലാൾ. നീയൊക്കെ ആരാന്ന് നിന്റെയൊക്കെ വിചാരം? അയ്യോ, ഞാനൊരു പാവം. നെല്ലൂർ മനയിലെ ഏത് കാരണവരോടാണ് നിങ്ങൾ അത് വിൽക്കാൻ സമ്മതമായത്? അത് വെറുതെ എന്റെ റേഞ്ചിലൊക്കെ വരല്ലേ ഗിരീശ. ഞാൻ പരിധി വിട്ടാ നിന്റെയൊക്കെ സിഗ്നല് പോകും കേട്ടോ. മൂന്നാം മാ എവിടെ? നെല്ലൂർ മനയുടെ പ്രമാണം. എന്താ? പാമ്പോ? എവിടെ? അയ്യോ, അപ്പുറത്ത് മുറ്റത്ത് സാർ. നിന്റെ ആദിശേഷാ. നായിന്റെ മോനെ, നിന്റെ തല എപ്പോഴേ പാമ്പിന്റെ വായി കേറി കഴിഞ്ഞിരിക്കുന്നു. കരിനീലിച്ച് കിടക്കാൻ സമയമായടാ നിനക്ക്. என்ன வேலை நிறுத்தி இங்க குடியிருத்தி இல்லானா நான் இங்க பூரா
ഒന്ന് മാറി മാറി മാറി. രക്തം പൊടിഞ്ഞോ? എന്നെ കളിയാക്കാണോ? പണ്ട് മുതലുള്ള നാട്ടുനടപ്പ് അതല്ലേ? ചെറുമി പുല്ലരിയാൻ കാട്ടിൽ കയറുന്നു, അരിവാള് കൊണ്ട് കല്ല് പൊട്ടുന്നു, കല്ലിൽ ചോര വരുന്നു, പിന്നെ ചൈതന്യം പ്രശ്നം. ജമീലെ നിർത്തിക്കോ നിന്റെ തുള്ളല്. നിർത്തടി കള്ളി. ജമീലയോ? പിന്നല്ലാതെ കഴിഞ്ഞ ആഴ്ച വരെ അവള് ജമീലയായിരുന്നു. പിന്നെ മുരുകനെ കെട്ടി ശിവഗംഗയായി. അടുത്ത ആഴ്ച ഇവിടെ ആന്റണിയെ കെട്ടി കുഞ്ഞുമേരിയാവും. ഓടെ അവിടെ ഒരു മാറുക, അങ്ങോട്ടൊന്ന് മാറുക. സമ്മതിച്ചിരിക്കണു സാറേ, സമ്മതിച്ചിരിക്കണു. EMS-നും വീട്ടിക്കും ശേഷം നമ്പൂരി സമുദായത്തിൽ പറഞ്ഞ തീപ്പൊരിയാ നിങ്ങള്. സാറേ, കണ്ട കീഴ്ജാതിക്കാര് കയ്യേറണ മുമ്പ് ആ മന പട്ടാഴി മനയോട് ചേരണമെന്നാ ദേവപ്രമാണം. അത് നടന്നേ പറ്റൂട്ടോ. രേഖകൾ പ്രകാരം എവിടെയോ ഒരു അവകാശി ജീവിച്ചിട്ടുണ്ടെന്നാ. അയാളെ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടും തരും. ഉറപ്പാ? ഉറപ്പ്. പൂർവം ഭവേൽ തിക്തമയം പുനസ്തു ജ്യേഷ്ഠോക്തി ന്യൂനം പ്രിയം ച. ഞാൻ പറഞ്ഞതൊന്നും ഉണ്ണിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? എല്ലാം മനസ്സിലായി. മച്ചിയുടെ മകൻ മരുഭൂമിയിലെ മൃഗതൃഷ്ണയിലെ ജലത്തിൽ നിന്നും പൂക്കൾ പറിച്ചു ചൂടി മുയലിന്റെ കൊമ്പിൽ പണിത വില്ലുമെടുത്ത് കടലിൽ നായാട്ടിനിറങ്ങി. എന്താ വാക്യത്തിൽ വ്യാകരണ പശുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. പക്ഷേ നോൺസെൻസ് ആണ്, മീനിംഗ്ലെസ്. ഇതുപോലൊരു അർത്ഥമില്ലാത്ത ശ്ലോകമാണ് പിഷാരടി മാമ ഇപ്പൊ എന്നോട് ചൊല്ലിയത്. നെല്ലൂർ മന അരക്കില്ല വണത്തെ. സംശയം വേണ്ട, അത് സത്യാണ്. യക്ഷിക്കഥകൾ പറഞ്ഞ് നാട്ടുകാരെ നശിപ്പിച്ച ഒരുപാട് മനകൾ കുഞ്ഞുണ്ണി ചുളുവിൽ വാങ്ങിച്ചിട്ടുണ്ട്. അറിയാം. അവിടെയൊക്കെ സായിപ്പന്മാര് ഡോളറുകൾ തന്ന് നല്ല ലാവിഷായിട്ട് താമസിക്കുന്നുണ്ട്. അതുപോലല്ല ഇത്. ഉണ്ണി അവിടേക്ക് പോകരുത്, പ്രത്യേകിച്ച് പട്ടാഴിന്നൊരാൾ. എന്താ പട്ടാഴിന്നൊരാൾ പോയാല് നെല്ലൂർ മന പിടിച്ച് വീഴുമോ? ഇതിനു മുമ്പ് ആരെങ്കിലും പട്ടാഴിന്ന് നെല്ലൂർ മനയ്ക്ക് പോയിട്ടുണ്ടോ? എന്നോടൊന്നും ചോദിക്കരുത്. ചോദിക്കും. വാസ്തുവാചാര്യൻ പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാട് എങ്ങനെയാ മരിച്ചത്? ഇനിയിപ്പോ ഉണ്ണി അതൊന്നും അറിയണ്ട. അറിയണം എനിക്ക്. രാവും പകലും എന്റെ അച്ഛന്റെ കൂടെ നിഴൽ പോലെ നടന്നത് നിങ്ങളാ. പറയിപ്പിക്കുന്ന നിങ്ങളെ കൊണ്ട് ഞാൻ. നടന്നതെല്ലാം അവൻ അറിയട്ടെ. വാങ്ങാൻ പോണ മനയുടെ മേന്മയും ചെമ്പ്രയിൽ നടന്ന മനുഷ്യക്കുരുതികളും. ചെമ്പ്രയിൽ പണ്ട് സംഭവിച്ചതെല്ലാം ഒരു കഥ പോലെ ഓർത്തു നടന്നു ചെമ്പ്രക്കാർ. കാലവും തലമുറകളും മാറി വന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പട്ടാഴി ഇല്ലത്തിന്റെ പടിപ്പുരയിൽ വന്ന് ഒരാൾ രക്ഷിക്കണേ എന്ന് കരഞ്ഞപേക്ഷിച്ചു. തലയ്ക്ക് മീതെ നിൽക്കണ ശാപത്തിന്ന് ഒളിച്ചോടിയ നെല്ലൂർ മനയുടെ ജീവിച്ചിരുന്ന ഏക അവകാശിയായ നെല്ലൂർ ഹരിനാരായണനായിരുന്നു ആ നിർഭാഗ്യവാൻ. വാസ്തുവാചാര്യനായ പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാദങ്ങളിൽ വീണ് തലതല്ലിക്കരഞ്ഞു. തിരുമേനി വന്ന് നെല്ലൂർ മന ശുദ്ധിയാക്കി തരണമെന്ന് അപേക്ഷിച്ചു. പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കൊണ്ട് മാത്രമേ സാവിത്രിയെ തളയ്ക്കാൻ പറ്റൂന്ന് നെല്ലൂർ ഹരിനാരായണൻ അറിയാമായിരുന്നു. സഹായം ചോദിച്ച് കാലിൽ വീണവരെ ആട്ടി ഓടിച്ചിട്ടില്ല പട്ടാഴിയിലാരും. പട്ടാഴി തിരുമേനി നെല്ലൂർ മനയിലേക്ക് വരാമെന്ന് വാക്കുകൊടുത്തു. അന്ന് പട്ടാഴിയിലുള്ളവരെല്ലാം തടഞ്ഞിട്ട് നിൽക്കാൻ കൂട്ടാക്കിയില്ല ശങ്കരൻ നമ്പൂതിരിപ്പാട്. പുറപ്പെട്ടു. അനിയനെയും സഹായി പിഷാരടിയെയും കൂട്ടി ആ ശാപഭൂമിയിലേക്ക്, നെല്ലൂർ മനയിലേക്ക്. ഓം വിശ്വകർമ്മണേ നമഃ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം തിരുമേനി ഇവിടെ താമസിച്ച് നെല്ലൂർ മന മനുഷ്യവാസ യോഗ്യമാണെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്താൽ എന്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. പേർഷ്യന്ന് വന്ന മഠത്തിൽ അബ്ദുള്ള മന വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പണം കൊണ്ട് ഞാൻ എന്റെ കടങ്ങളൊക്കെ വീട്ടും. ഇവളുടെ മരിച്ചുപോയ അമ്മയുടെ ആഗ്രഹം പോലെ ഇവളെ ഞാൻ പഠിപ്പിക്കും, വലിയ നിലയിലാക്കും. പിഷാരടി, അടുക്കളയിൽ ഗംഗാജലം തെളിച്ച് അഗ്നി തെളിയിക്കുക. മണിയങ്കോട്ട സാവിത്രി അറിയട്ടെ നമ്മളിവിടെ എത്തിയെന്ന്. ജലയക്ഷിയുടെ ആവാസഭൂമി, പാതാളത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട മഹാസിര. എവിടെയാ കുളം?